നമസ്തേ. ഏതെങ്കിലും രീതിയിലുള്ള ശത്രുബാധകളാൽ നിങ്ങൾ ഭയചകിതരാണോ? ജീവിതത്തിൽ അകാരണമായ ശത്രുഭയവും സങ്കടവും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? തങ്ങളെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിയുകയില്ല എന്നുള്ള ദുഃഖം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിക്കണ്ടെന്നേ, പരിഹാരമുണ്ട്. ഒന്ന് പരിശ്രമിച്ചാൽ മതി. ഒരല്പം ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം. തീർച്ചയായും പരിശ്രമിച്ചാൽ എന്തിനേയും നമ്മൾക്ക് കരഗതമാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സർവ്വവിധമായ ശത്രു ബാധകളിൽ നിന്ന് രക്ഷ നേടുവാനും ആരും സഹായിക്കാനില്ല എന്ന് പരിതപിക്കുമ്പോൾ ഉറ്റവരും ഉടയവരും എല്ലാം ഉപേക്ഷിച്ച് ഏകനായി പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും മധ്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ, തന്നെ സഹായിക്കാൻ ആരുമില്ലാതെ പരിതപിക്കുമ്പോൾ സർവേശ്വരനായ ഭഗവാനെ ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സർവേശ്വരൻ ആഗമിക്കുക തന്നെ ചെയ്യും. നമ്മെ സങ്കടത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. അങ്ങനെ കൈപിടിച്ചുയർത്തണമെങ്കിൽ നിരന്തരം അല്പസമയമെങ്കിലും ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാനുമായി ഒരു ഹൃദയബന്ധം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ ഏതാപത്തിലും ഏത് ബുദ്ധിമുട്ടിലും നിങ്ങൾ നൊന്ത് നിലവിളിച്ചാൽ തീർച്ചയായും ഭഗവാൻ എത്തും, യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലായി പറയപ്പെടുന്ന 23-ാമത്തെ ശ്ലോകം. വളരെ ഗുണപ്രദമാണ്. ആരാണ് അത് ജപിച്ച് കാര്യപ്രാപ്തിയെ നേടിയത് എന്നാണ് പ്രിയമിത്രങ്ങളുടെ സംശയമെങ്കിൽ, ഈ ശ്ലോകം ഉത്തമ ഭക്തിയോടുകൂടി ശ്രമിച്ചാൽ തീർച്ചയായും നാരായണൻ നിങ്ങളുടെ സർവ്വവിധമായ പരിപാലനവും നിർവഹിച്ചുകൊണ്ട് ഐശ്വര്യങ്ങളെയും നമ്മൾക്കായി പ്രദാനം ചെയ്യും. കാരണം ബ്രഹ്മാവിൻ്റെ നിയോഗപ്രകാരം ഈ ഉത്തമകരമായ ശ്ലോകം ചൊല്ലി ഭഗവാനെ പ്രസന്നനാക്കിയത്, ഭഗവാനിൽ നിന്ന് ഐശ്വര്യങ്ങളെയും കരഗതമാക്കിയത് പ്രഹ്ലാദനായിരുന്നു. ഭഗവത് ഭക്തന്മാരിൽ അഗ്രേസരനായ പ്രഹ്ലാദൻ നൃസിംഹമൂർത്തിയായി അവതരിച്ച ഭഗവാന്റെ ദിവ്യമായ രൂപം ദർശിച്ചുകൊണ്ട് ബ്രഹ്മാവും ദേവന്മാരും സമസ്ത ജഗത്തും അത്ഭുതത്തോടുകൂടിയും അതിഭീതിയോടും കൂടി ഭഗവാന്റെ ആ ഭീകര രൂപത്തെ ദർശിച്ച് ഭഗവാനെ ശാന്തമയമാക്കി മാറ്റുവാൻ എന്താണ് മാർഗമെന്ന് ചിന്തിക്കുന്നു. ഘോരരൂപിയായ ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിച്ച് ആ ഹിരണ്യകശിപുവിൻ്റെ കുടൽമാലകളെ തൻ്റെ തിരുമാറിലേക്ക് ചാർത്തി രുധിരം പാനം ചെയ്തുകൊണ്ട് തന്നെ എതിർക്കാൻ വന്ന സർവ്വ ആസുരീയ ശക്തികളെയും നഖങ്ങളാൽ കീറിമുറിച്ച് ദൂരേക്ക് പിച്ചിച്ചീന്തി നിൽക്കുന്ന ഘോരരൂപിയായ ഭഗവാനെ ശാന്തരൂപിയാക്കി മാറ്റിയില്ലെങ്കിൽ വിശ്വപ്രകൃതി മുഴുവൻ നശിച്ച് നാമാവിശേഷമാകുമെന്ന ബോധ്യം വരുന്ന ബ്രഹ്മാവ് ദേവന്മാരോട് ഭഗവാന്റെ നാമം ജപിക്കുവാൻ പറയുന്നു. ദേവസ്തുതികളിൽ ഭഗവാൻ പ്രീതനാവുന്നില്ല. മഹാലക്ഷ്മി പരിശ്രമിക്കുന്നു. മഹാലക്ഷ്മിയുടെ പരിശ്രമത്താലും ഭഗവാൻ ശാന്തനാകുന്നില്ല. തുടർന്ന് മറ്റു മാർഗമൊന്നുമില്ലാതെ നോക്കുന്ന ബ്രഹ്മാവ് ആഹ്ലാദത്തോട് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖത്തോടു കൂടി നിൽക്കുന്ന പ്രഹ്ലാദനെ കാണുകയും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇവനാൽ മാത്രമേ സാധിക്കൂ. കാരണം തങ്ങളെല്ലാം ഭഗവാന്റെ ഘോരരൂപം കണ്ട് ഭയപ്പെട്ടപ്പോൾ ഭഗവാന്റെ ആ ഘോരരൂപത്തിൻ്റെ യാതൊരു പ്രതീതിയും തൻ്റെ മനസ്സിലേക്കെത്താതെ ശാന്തമയമായ രൂപത്തെ കണ്ടുകൊണ്ട് തൊഴുകൈകളോടുകൂടി ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഈ ഉത്തമനായ ഈ ബാലന് മാത്രമേ ഭഗവാനെ ശാന്തനാക്കാൻ കഴിയുകയുള്ളൂ എന്ന മാർഗം മുന്നിൽ തെളിയുമ്പോൾ ബ്രഹ്മാവ് പ്രഹ്ലാദനെ ഉപദേശിക്കുന്നു. പുത്രാ, നിനക്ക് മാത്രമേ ഭഗവാനെ ശാന്തനാക്കാൻ കഴിയൂ. നിന്റെ പിതാവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ദിവ്യമായതും അതിഭീകരകരവുമായ രൂപം സ്വീകരിച്ചത്. അതുകൊണ്ട് നീ ഭഗവാനെ ശാന്തനാക്കണം, നിനക്ക് മാത്രമേ കഴിയൂ. ഭഗവാനോട് നീ നിന്റെ ആഗ്രഹം അറിയിക്കൂ എന്ന് പറയുമ്പോൾ ആ പിഞ്ചളം കൈകൾ കൊണ്ട് ഭഗവാന്റെ പാദതാരിണകളിൽ പരിപരുത്ത മൃഗതുല്യമായ പാദതാരിണകളിൽ ആ പിഞ്ചുപാലൻ തൻ്റെ നെറ്റിത്തടം കൊണ്ട് നമസ്കരിച്ച് തൻ്റെ കുഞ്ഞിളം കൈകൾ കൊണ്ട് ഭഗവത് പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ദിവ്യമായ പ്രാർത്ഥന നമ്മൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഘോരരൂപിയായ നൃസിംഹമൂർത്തിയുടെ ഉഗ്രമായ വർണ്ണൻ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. തുടർന്ന് ഭഗവാന്റെ പാദപത്മങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിളം നെറ്റിത്തടത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഉത്തമ ഭക്തന്റെ പ്രതീകമായ പ്രഹ്ലാദൻ എന്ന അത്ഭുത ബാലൻ ഭഗവാനെ സ്തുതിക്കുന്നു.
ദൃഷ്ട്വാ മയാ ദിവി വിഭോ അഖിലധിഷ്ണപാനമായുശ്രിയോ വിഭവയിച്ഛതി അഞ്ജനോയം യേ മത്പിതു കുപിതഹാസ വിജൃംഭിതഭ്രൂ വിസ്ഫുർജിതേന ലുലിതാ സതു തേ നിരസ്തഃ ദൃഷ്ട്വാ മയാ ദിവി വിഭോ അഖിലധിഷ്ഠപാനമായുശ്രിയോ വിഭവയിച്ഛതി അഞ്ജനോയം യേ മത്പിതു കുപിതഹാസ വിജൃംഭിതഭ്രൂ വിസ്ഫുർജിതേന ലുലിതാ സതു തേ നിരസ്തഃ. അല്ലയോ ശക്തിസ്വരൂപനായ ഭഗവാനെ, ഏതൊരുത്തനാണോ ഒരു നോട്ടത്തിലൂടെ, ഒരു വാക്കിലൂടെ, ഒരു വാൾമുനകിലൂടെ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി നിന്നത്, തൻ്റെ ഇച്ഛാശക്തിയെ നേടിയെടുത്തിരുന്നവര്, ഏവരെയും ഭയപ്പെടുത്തി 3 ലോകങ്ങളിലെയും ആധിപത്യം നേടിയതും തനിക്ക് അല്ലാതെ മറ്റാർക്കും ഒന്നിനും കഴിയുകയില്ല എന്ന് അന്ധമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രവർത്തിച്ചതുമായ ശക്തരിൽ ശക്തനും അസുരകുലജാതനുമായ എൻ്റെ പിതാവിത അല്പസമയം മുമ്പ് തന്നേക്കാൾ ശക്തനായി ലോകത്തിൽ ആരുമില്ല എന്ന് വമ്പും ബിംബും പറഞ്ഞ എൻ്റെ പിതാവ് ഭഗവാനെ, ഈ ഉള്ളവന് ഈ ലോക സുഖഭോഗങ്ങളൊന്നും തന്നെ വേണ്ട. ഇവയെല്ലാം ക്ഷണികമാണ്. നേടുന്നതെല്ലാം ഇവിടെ നിന്ന് ഉപേക്ഷിച്ചു പോകണം. എന്നാൽ നേടേണ്ടതായിട്ടുള്ളതും ഒരിക്കൽ നേടിയാൽ ഒരിക്കലും നമ്മെ വിട്ടു പോകാത്തതുമായ അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹം ഭക്തവത്സലനായ പ്രഭു, അടിയൻ അത് മാത്രം നൽകണം. എന്നെ പരിപാലിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടേക്ക് എഴുന്നള്ളിയ മഹത്തായ ദൗത്യത്തെ എപ്രകാരമാണോ ഞാൻ പുകഴ്ത്തേണ്ടത്? അങ്ങേ പുകഴ്ത്തുവാൻ ഏതൊരുവനാണ് കഴിയുന്നത്? ഋഷിവര്യന്മാർക്കും ദേവതകൾക്കും പോലും അപ്രാപ്യമായ കർമ്മം കേവലം ബാലനായി ഞാൻ എപ്രകാരം അനുവർത്തിക്കും ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ തൃച്ചേവടികളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഘോരരൂപയും അതിലേറെ അതിഭീകരകരവുമായ തലത്തിൽ നിന്ന് നൃസിംഹമൂർത്തി ഇരുകൈകളും കൊണ്ട് തൻ്റെ പാദപത്മത്തിൽ പ്രണമിച്ച പ്രഹ്ലാദനെ പിടിച്ചുയർത്തി തൻ്റെ മാറോട് ചേർത്ത് പുലുകിപ്പുണരുന്നു. ഭക്തന്മാരിൽ അഗ്രേസര, നിനക്ക് ഞാൻ എന്താ നൽകേണ്ടത്? ചോദിച്ചുകൊള്ളൂ. നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് നൽകാമെന്ന് പറയുമ്പോൾ ഭഗവാനോട് പ്രഹ്ലാദൻ പറയുന്നു, ഭഗവാനെ, ലൗകിക ഭോഗങ്ങളെല്ലാം ക്ഷണികമാണ്. ഈ ലോകത്തിൽ എന്തു നേടിയാലും ഏതു നിമിഷവും അത് എന്നിൽ നിന്ന് പോകാം എന്നതിൻ്റെ തെളിവായി എൻ്റെ പിതാവിൻ്റെ ദേഹം ഇതാ ഇവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഈ ഉള്ളവനൊന്നും വേണ്ട, അങ്ങയുടെ പാദപത്മങ്ങൾ നിരന്തരം സ്മരിച്ചുകൊണ്ട് കഴിയാനുള്ള അനുഗ്രഹം നൽകണം. പിന്നെയോ, ലോകം പറയുന്ന പ്രഭു, സ്വന്തം പിതാവിൻ്റെ മരണത്തിന് ഞാൻ കാരണക്കാരനാകി എന്ന ഒരു ദുഷ്കീർത്തി അങ്ങയുടെ ഒരു ഭക്തൻ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എനിക്കറിയാം, അങ്ങയുടെ തൃക്കരങ്ങളാൽ സ്പർശിച്ച മാത്രയിൽ തന്നെ എൻ്റെ പിതാവ് പരിപൂർണമായ മുക്തി നേടി, മോക്ഷം നേടി. എന്നാൽ ലോകത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിതാവിനെ കൊന്നവനെ, പിതാവിനെ വധിച്ചവനെ, പിതാവിൻ്റെ വധത്തിന് കാരണക്കാരനെ എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുന്ന ആക്ഷേപം ഭഗവാനെ അടിയന് സഹിക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ ഉള്ളവൻ പുത്രനാണ്. മാതാവിനെയും പിതാവിനെയും തന്നാൽ കഴിയാവുന്ന രീതിയിൽ ഉത്തമമായി പരിപാലിക്കുന്നവനല്ലേ ഭക്തവത്സല, ഉത്തമനായ പുത്രൻ. അതുകൊണ്ട് അവിടുത്തെ ഭക്തനായി ബാലന് യാതൊരുവിധ ദുഷ്കീർത്തിയും വരാതെ എൻ്റെ പിതാവിന് ഉത്തമമായ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്ത് തൻ്റെ പിതാവിനെ ഉത്തമമായ തലത്തിലേക്ക് എത്തിച്ച പുത്രൻ എന്ന ഖ്യാതിയെ മാത്രം ഈ ഉള്ളവന് നൽകണം ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ഇരുകൈകളും അവൻ്റെ ശിരസിലേക്ക് വെച്ച് ആയുഷ്മാൻ ഭവ, സർവ ഐശ്വര്യവാൻ ഭവ. നിനക്ക് തുല്യനായ ഒരു ഭക്തൻ വിശ്വപ്രകൃതിയിൽ തന്നെ വളരെ ദുർലഭം. അതുകൊണ്ട് തന്നെ പ്രഹ്ലാദ, ഭക്ത, പുത്ര, ഈ ആയുസ് മുഴുവൻ അഷ്ടൈശ്വര്യങ്ങളോടും കൂടി നീ സമസ്ത ലോകത്തിൻ്റെയും അധിപതിയായി വർത്തിക്കൂ. തുടർന്ന് എൻ്റെ പാദപത്മങ്ങളിൽ തന്നെ വന്ന് വിലയം പ്രാപിച്ച് നിരന്തരം ഭഗവത് സ്മരണയോടുകൂടി നിന്റെ ഇച്ഛ പോലെ നിനക്ക് വർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുമ്പോൾ ആലോചിച്ചു കൊള്ളണം. തൻ്റെ മാതാപിതാക്കളാൽ പോലും ഉപേക്ഷിക്കപ്പെട്ട് ബന്ധുമിത്രാദികളാൽ പോലും ഉപേക്ഷിക്കപ്പെട്ട ആപത്തിൻ്റെ പടുകുടിയിൽ പെട്ടുപോയ ആ ഉത്തമ ഭക്തനായ, വേദങ്ങളും മന്ത്രങ്ങളും സൂത്രങ്ങളും ഒന്നും അറിയാൻ തക്ക പ്രായമില്ലാതിരുന്ന ആ ബാലൻ്റെ നാമസ്മരണയിൽ, നിരന്തരമായ നാമജപത്തിൽ ഭക്തവത്സലനായ ഭഗവാൻ പ്രത്യക്ഷനായി. അതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനാകണമെന്നും നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകണമെന്നും ഞാനിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളുടെയും ആരോഗ്യകരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഐശ്വര്യകരമായ ബുദ്ധിമുട്ടുകളാകട്ടെ, അതിൽ നിന്ന് എനിക്ക് പരിഹാരം കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാഗവതം പറയുന്നു,
ഏറ്റവും ഉത്തമമായ പരിഹാര മാർഗമാണ് പ്രഹ്ലാദൻ്റെ ഈ സ്തുതി. നാരായണ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഉഗ്രൈകമൂർത്തിയായ അത്ഭുതാകാരനായ നൃസിംഹത്തിൻ്റെ ദിവ്യമായ രൂപത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഈ നാമം നിരന്തരം ജപിക്കൂ. തീർച്ചയായും എല്ലാവിധമായ ശത്രുഭയത്തിൽ നിന്നും സങ്കട കെണിയിൽ നിന്നും മോചനം ലഭിക്കുക തന്നെ ചെയ്യും. ഹരി.